നമസ്കാരം. CPM-നുള്ളിൽ അന്തഃപുര ലഹള തുടങ്ങിയിരിക്കുന്നു. പ്രാദേശിക സർക്കാർ തിരഞ്ഞെടുപ്പിന് ശേഷം അതിൻ്റെ ഫലം യഥാർത്ഥത്തിൽ ഉടച്ചിരിക്കുന്നത് പിണറായി വിജയൻ എന്ന സർവാധികാരി വിഗ്രഹത്തെയാണ്. കാരണം കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിലെ CPM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയന്റെ തീരുമാനം തന്നെയാണ്. ആ തീരുമാനത്തിൻ്റെ ഒരു പരാജയമായിട്ടാണ് ഈ പ്രാദേശിക സർക്കാർ തിരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെ പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ എന്ന വിഗ്രഹം ഉടഞ്ഞു കഴിഞ്ഞു എന്ന് ചില മാധ്യമങ്ങൾ പരസ്യമായിട്ട് പച്ചയ്ക്ക് പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താനായിട്ട് ചേർന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അതിൻ്റെ തീരുമാനം സെക്രട്ടേറിയറ്റിൽ പിണറായി വിജയൻ ആധിപത്യം പുലർത്തിയിരിക്കുന്നു, പിണറായി വിജയന്റെ നിശ്ചയത്തിന്റെ മുമ്പിൽ മറ്റുള്ളവർ കീഴടങ്ങിയിരിക്കുന്നു എന്നാണ് വെളിവാകുന്നത്. കാരണം സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ പ്രകാരം പാർട്ടിക്ക് അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണിക്ക് കിട്ടേണ്ട രാഷ്ട്രീയ വോട്ടുകൾ മുഴുവൻ കിട്ടി. സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിൽ യാതൊരു വിധമായ വീഴ്ചയും കിട്ടിയില്ലെന്ന് മാത്രമല്ല, ജനങ്ങളുടെ അംഗീകാരവും കിട്ടി. അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായ നിലപാടുകളും ശരിയായി. അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് ഈ മൂന്ന് നിലപാടുകളുടെയും സ്രോതസ് അതല്ലെങ്കിൽ അത് മുഴുവൻ നിയന്ത്രിക്കുന്നതെന്ന് പറയുന്നത് പിണറായി വിജയനാണ്. അതായത് സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി നേതാവ് കൂടിയായ പിണറായി വിജയൻ അല്ലെങ്കിൽ കേരളത്തിലെ CPM ആയ പിണറായി വിജയന് യാതൊരു വിധമായ തെറ്റും സംഭവിച്ചിട്ടില്ല. അത് സെക്രട്ടേറിയറ്റിനെ കൊണ്ട് അംഗീകരിക്കുന്നതിൽ പിണറായി വിജയൻ വിജയിക്കുകയും ചെയ്തിരിക്കുന്നു. അതായത് സെക്രട്ടേറിയറ്റിൽ വീണ്ടും പിണറായി വിജയൻ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നു എന്നർത്ഥം. പാർട്ടി സംഘടനാ തലത്തിൽ ഇപ്പോഴും ഈ ഒരു പരാജയമൊന്നും പിണറായി വിജയന്റെ അധികാരത്തെ അല്ലെങ്കിൽ പിണറായി വിജയന്റെ ആ ഒരു പാർട്ടിയുടെ മുകളിലുള്ള അധികാരത്തെ ഒട്ടും തന്നെ സ്പർശിച്ചിട്ടില്ല എന്നാണ് ഈ സെക്രട്ടേറിയറ്റ് തീരുമാനം അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിന്റെ കണ്ടെത്തലുകൾ വെളിവാക്കുന്നത്. എന്നാൽ അതേസമയം ഈ തെരഞ്ഞെടുപ്പ് ഈ ഫലം വന്നതിന് ശേഷം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MAV പറയുകയുണ്ടായി, പാർട്ടിയുടെ ദൃഷ്ടിയിൽപ്പെടാത്ത എന്തൊക്കെയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മുഖ്യമന്ത്രി ഉൾപ്പെടെ പറഞ്ഞു ഫലം അപ്രതീക്ഷിതമാണ്. നേതാക്കന്മാരെല്ലാവരും പറഞ്ഞു പാർട്ടിക്ക് പറ്റിയ വീഴ്ചകൾ പഠിച്ച് തിരുത്തി മുമ്പോട്ട് പോകുന്നു. പക്ഷേ സെക്രട്ടേറിയറ്റ് കണ്ടെത്തിയിരിക്കുന്നു തിരുത്താനായിട്ട് തെറ്റൊന്നുമില്ല എന്ന്. കാരണം തിരുത്താൻ അവിടെ തെറ്റുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തിരുത്തപ്പെടേണ്ടത് മുഖ്യമന്ത്രിയുടെ പ്രവർത്തന ശൈലിയാണ്. പാർട്ടിയിലാണെങ്കിലും ഭരണത്തിലാണെങ്കിലും സർക്കാരിലാണെങ്കിലും. അപ്പൊ അത് തിരുത്തുക എന്ന് പറഞ്ഞാൽ പിണറായി വിജയന്റെ ശൈലിയിൽ മാറ്റം വരുത്തുക എന്നുള്ളതാണ്.